തെളിഞ്ഞ ആകാശം കണ്ട് ഇറങ്ങിയതാണ്. സാധാരണ സൺഡേസുകളിൽ ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുന്നത് പതിവാണല്ലോ. അപ്പോൾ ഇന്ന് എവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തെള്ളിയൂർ നടക്കുന്ന വൃശ്ചിക വാണിഭത്തെ പറ്റി കേട്ടത്. അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പേയാൻ പാർക്കിൽ ബൈക്ക് പാർക്ക് ചെയ്തു. 20 രൂപയാണ് ചാർജ്. ഇതേപോലെ ആള് കൂടുന്നിടത്തൊക്കെ സുരക്ഷ ഒരുക്കണമെങ്കിൽ കേരള പോലീസ് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ചെന്നപ്പോഴേ കണ്ടത് കടല വിൽക്കുന്ന ചേട്ടനെയാണ്. ഒരു പൊതി കടലയും വാങ്ങിച്ച് നടന്നു. ആധികാരികമായി പറയാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാവേ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണിത്. കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒരു കാർഷിക മേളയാണിത്. നാണയമൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് ആളുകൾ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി പോന്നിരുന്നു. ഈ വൃശ്ചിക വാണിഭം ഇത്ര ഫേമസ് ആകാൻ കാര്യം ഇവിടെ ഉണക്കസ്രാവ് വിൽക്കപ്പെടുന്നു എന്നതാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഇതേപോലെ ക്ഷേത്രവളപ്പിൽ ഉണക്കമീൻ വിൽക്കുന്നത് എന്റെ അറിവിലില്ല. സാധാരണ എല്ലാ ഉത്സവങ്ങളിലും പെരുന്നാളിലും കാണുന്ന പോലെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ. കാർഷിക മേള എന്ന് ചുമ്മാ പറയുന്നല്ല കേട്ടോ. കത്തി കോടാലി തൊട്ട് തൂമ്പ വരെ ഇവിടെ കിട്ടും. ഉത്സവമാണെങ്കിലും പെരുന്നാളാണെങ്കിലും എവിടെ പോയാലും ആദ്യം നമ്മുടെ കണ്ണ് പോകുന്നത് ഇങ്ങോട്ടാണ്. പ്യുവർ മെയിൽ കണ്ടന്റ് എന്ന് പറയത്തില്ലേ, അതിതാണ്. പാനിപ്പൂരി വലിയ താല്പര്യമില്ലെങ്കിലും കണ്ടപ്പോൾ ഒന്ന് വാങ്ങാൻ തോന്നി. എന്നെ പോലെ ഏതോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ചേട്ടൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാം സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് വലിയൊരു മഴയെ കാര്യമാക്കാതെ എല്ലാവരും അവരവരുടെ തിരക്കിലാണ്. ഒരു 2 മണിക്കൂർ ഞാനും മഴ നോക്കി നിന്നു. ഇനി നിന്നിട്ട് കാര്യമില്ല, നനഞ്ഞാണെങ്കിലും വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും നനഞ്ഞൊരു പരുവമായി. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ വൃശ്ചിക വാണിഭം ഉള്ളൂ. പോയിട്ടില്ലാത്തവർ വേഗം പൊക്കൂ. അപ്പോൾ ഒരു സംഭവ ബഹുലമായ ദിവസത്തെ വീഡിയോ ആയിട്ട് വരാം.